ഹലോ ഗൈസ്, ഞാനൊരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ടിരുന്നു. ആ വീഡിയോയിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് കേട്ടോ ഇവരും. കാരണം ഇവർ ഒളിച്ചോടി പോകുന്ന വീഡിയോ ആണ് ആദ്യം ഇട്ടത്. ഓട്ടോറിക്ഷയിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ചേച്ചിനോട് ഞങ്ങൾ പോവുകയാണ്, ചേച്ചിക്ക് അറിയാം എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട്, ഞങ്ങൾ മരണം വരെ ഒരുമിച്ച് പോകും, മുന്നോട്ട് പോകും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയായിരുന്നു ചേച്ചിയുടെ മനസ്സിൽ. പക്ഷേ ചേട്ടൻ്റെ മനസ്സിൽ ഇന്നോ നാളെയോ ഒക്കെ യൂസ് ചെയ്തിട്ട് കണ്ട് ഉപേക്ഷിക്കുക എന്നായിരുന്നു. അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. പോയ മാതിരി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് അന്വേഷിക്കാൻ പോലും പോകാൻ പോലും നേരം കൊടുക്കാതെ തന്നെ ചേട്ടൻ ഒഴിച്ചിങ്ങോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. നമുക്ക് ആ ചേച്ചിയുടെ ഇതൊക്കെ ഒന്ന് കേൾക്കാം, പറയാനുള്ളതൊക്കെ ഒന്ന് കേൾക്കാം. പക്ഷെ ചേച്ചി പോണത് തന്നെയാണ് പറയണത് കേട്ടോ. സാലറി കിട്ടിയിട്ട് പോകണം എന്നൊക്കെയാണ് പറയണത്. സാലറി കിട്ടിയിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ പോകും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കുറച്ച് വോയിസ് ക്ലിപ്പ് ഉണ്ട് കേട്ടോ ഇവരെ പിടിച്ചതിന് ശേഷമല്ലേ, അതും കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് പറയാം. ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന അന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതുവരെ പിടിച്ച് നിൽക്കുകയാണ് ശരിക്കും. കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട്. എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് വിളിച്ചിട്ട് ഞങ്ങൾ പോകണം. അപ്പോ ഇതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആരും ഞങ്ങൾ അന്വേഷിക്കാനും ഇരിക്കാനും വരരുത്. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഉണ്ടാകാണ്ട് പിടിച്ചിരിക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. പിന്നെ ഏട്ടനില്ലാണ്ടിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പോകും. ഞങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. മാത്രല്ല എന്റെ കൂടെ ഏട്ടനും ഉണ്ട്. അപ്പൊ പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇതിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അപ്പൊ ആരും ഇതിന്റെ പേരില് അന്വേഷിക്കാനെ പിടിക്കാനേ വരരുത്. ഏട്ടൻ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും ഞങ്ങൾ പോവാൻ കാരണം തന്നെ അത്രയധികം ഇഷ്ടപ്പെട്ട കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ആരും ഇതിന്റെ പേരിൽ അന്വേഷിക്കാനെ പിടിക്കാനോ വരരുത്. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടമാണ്. എനിക്ക് 22 വയസ്സിൽ കളിക്കാനാണ് പറയണത്. വിളിച്ചാലും അന്വേഷിക്കാൻ വന്നാലും ശരി, ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ വീഡിയോ അല്ലേ. ആ വീഡിയോയില് സംഭവം വേണമെന്നില്ല. ഇവൻ ഇവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാശൊക്കെ തീർന്നു. മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി. നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഒരാളെ കണ്ട് പോലീസിൽ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും. നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി. നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ നാട്ടിൽ വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി. നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ. അപ്പോൾ ഞാൻ അറിഞ്ഞത് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്, നമുക്കറിയാവുന്ന ഒരു ഫാമിലി ചേട്ടൻ. പുള്ളിക്കാരനായിട്ടൊന്നും അറിയാവുന്ന. അപ്പോൾ അവരാണ് നമ്മളൊരു കാര്യങ്ങൾ. അപ്പോൾ വോയിസ് ക്ലിപ്പ് കേട്ടില്ലേ? വോയിസ് ക്ലിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇവർ ഗുരുവായൂർ റൂം എടുത്ത്, അപ്പം അവിടെ വെച്ചിട്ട് ആരോ അറിയുന്ന ഒരാൾ കണ്ടു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത്, ഇവരെ പിടിച്ചപ്പം ഇവരെ കയ്യിൽ പൈസ അല്ല. അപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ കയ്യിൽ പൈസ അല്ല, ഈ പെണ്ണിനെ കൊണ്ടുപോകാൻ ഇയാളെ കയ്യിൽ പൈസ അല്ല. അവൾക്ക് സാലറി കിട്ടാണ്ട് തിങ്കളാഴ്ച കിട്ടിയിട്ട് ഇവർ പോകും അവൾ പറയണത്. അപ്പോൾ ആ സാലറി കിട്ടിയതും കഴിഞ്ഞിട്ടുണ്ടാവും, റൂം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ മൊബൈലും വിറ്റ്, ഇതുവരെ ലൈവ് ഇട്ട മൊബൈലൊക്കെ വിറ്റാണ്ടാണ് ഇവർ പോയത്. അതുകൊണ്ട് ആ ക്യാഷും കഴിഞ്ഞ് പിന്നെ അവളെ പോറ്റാല പൈസ അയാളെ കയ്യിലില്ല. പിന്നെ എങ്ങനെ ഇയാൾ ഈ ഒരു പെണ്ണിനെ കൊണ്ടുപോവുക? 3 കുട്ടികളെയും ഒരു പെണ്ണിനെയും ഒഴിവാക്കി പോയ ഇയാൾ എന്ത് കണ്ടാണ്ട് പിന്നെ ഈ പെണ്ണിനെ കൊണ്ടുപോയത്? ഇവളെല്ലാം 1 മാസത്തെ സാലറി കണ്ടിട്ടോ. അപ്പോൾ ഇവൾക്കും തേഞ്ഞ് അവനും തേഞ്ഞ്. അവൻ പറഞ്ഞത് എനിക്ക് ഇനി നാട്ടിലേക്ക് നിന്നെയും കൊണ്ട് പോകാൻ പറ്റില്ല, കാരണം പ്രശ്നങ്ങളാകുമെന്ന് വിചാരിച്ചിട്ടാവും നാട്ടിലേക്ക്
അതിൻ്റെ മുന്നേ തന്നെ ഒഴിച്ച് വിട്ട്, നാട്ടിലേക്ക് പോണതിൻ്റെ മുന്നേ തന്നെ ഇവളെ ഒഴിച്ച് അങ്ങോട്ട് വിട്ടിട്ട് പോയി. ഇങ്ങോട്ട് ഇവള് വീട്ടിലേക്ക് ചെന്നിട്ട് വീട്ടുകാർ ഉപേക്ഷിച്ച് പിന്നെ ഇവൾ പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിം ആവുകയാണ്. ഇനി ഇവളെ ഉദ്ദേശം എന്താണെന്ന് കണ്ടറിയാം. ഇവളിനി മുസ്ലിം ആവാനാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ചേട്ടന് പോയില്ലേ, ചേട്ടൻ്റെ ചേച്ചിനോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് എപ്പം വേണമെങ്കിലും ചേട്ടനെ വന്ന് കാണാൻ, ഞാൻ പിടിച്ചു വെക്കൂല, ചേട്ടനെ വന്ന് കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചിനോട്, സ്വന്തം കൂടെ പിറപ്പിനോടാണ് പറയണത്. അവൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കളി ഞാൻ കളിച്ചത് ഇതിനാണ് എന്ന്. കാരണം അവൾക്ക് ആദ്യം വന്ന കല്യാണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആണ് ഞാൻ ചേട്ടനെ സ്നേഹിച്ച് ഇതാക്കിയത് എന്ന്. അപ്പം ഓൾ വിചാരിക്കേണ്ട സ്വന്തം കൂടെ പിറപ്പിനോടാണ് ഓൾ ഈ കളി കളിക്കുന്നത്, വേറൊരാളോണ്ടല്ല, സ്വന്തം കൂടെ പിറപ്പിനോടാണ് കളിക്കുന്നത്. എന്ത് ബുദ്ധിയാണ് ഈ പെണ്ണിന് വന്നതെന്ന് ആർക്കറിയാം. എല്ലാ പെണ്ണുങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ലോണം ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിച്ചിട്ട് മാത്രമേ ഒരാളെ കൂടെ പോകാൻ പാടുള്ളൂ. അവൻ്റെ ആവശ്യം കഴിഞ്ഞു, അവൻ 2 ദിവസം യൂസ് ചെയ്യണം, അത് യൂസ് ചെയ്ത് അവന് കേട്ട് ഒഴിവാക്കി. പോലീസിനെ പിന്നെ തിരഞ്ഞ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് അന്വേഷിക്കാനൊന്നും ടൈം കൊടുത്തില്ല. ചേട്ടന് എന്താട്ടി വേഗം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വിട്ട് വീട്ടിൽ വന്ന് വീട്ടുകാർ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിച്ച്. ഇനി അവൾ പോവുകയാണ്, മുസ്ലിം ആവാൻ പോവുകയെന്നാണ് പറയണത്. ഇനി അടുത്ത വീഡിയോ എന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പോണ പെണ്ണുങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി, ഇങ്ങനത്തെ ചതിക്കുഴിയിലൊന്നും പെടാതെ നോക്കുക.